നമസ്കാരം സർ. പ്രമേഹം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമുക്ക് പ്രമേഹം എന്നൊരു രോഗത്തിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടാണ് ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നത് അമിതമായിട്ടുള്ളൊരു വിശപ്പ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ളൊരു ദാഹം, ധാരാളമായിട്ട് മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ ഒരു മുറിവ് ഉണ്ടായിട്ട് അത് ഉണങ്ങാനെടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ മുറിവ് കരിയാനെടുക്കുന്ന കാലതാമസം എന്നിവയാണ് സാധാരണ ഒരാൾ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതിന്റെ കാരണങ്ങൾ. ഇതല്ലാണ്ട് ഇതിന് പുറമെ നമുക്ക് കൈകാൽ ഞരമ്പുകളിലെ ബുദ്ധിമുട്ട്, അതായത് സൂചി കൊണ്ട് കുത്തുന്ന പോലെയോ അല്ലെങ്കിൽ പുകച്ചിൽ പോലെ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ കാഴ്ചയ്ക്കുള്ള മങ്ങൽ, ഇതെല്ലാം ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. പക്ഷെ ഈ രീതിയിൽ തന്നെ ഇതൊരു ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മാത്രം നമ്മുടെ അടുത്ത് ഷുഗർ ചെക്ക് ചെയ്യാൻ വരുന്ന ഒരാൾക്കാരും അങ്ങനത്തെ തരം പേഷ്യൻസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലാണ് ഡയബറ്റിക്സ് ഉള്ളത്? എന്തൊക്കെ തരം ഡയബറ്റീസുകളുണ്ട്, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 1, 2, 3, 4 എന്നിവ അതിൽ തന്നെ മൂന്നാമത്തെ തരത്തിൽ തന്നെ പിന്നെയും പല ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പ്രായമായിട്ട് വരുന്ന ഷുഗർ എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. കുട്ടികളിൽ കണ്ടുവരുന്നത് ടൈപ്പ് 1 ഡയബറ്റിസ് ആണ്. ഇതിന്റെ ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ടൈപ്പ് 1 ഡയബറ്റിസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസുലിന്റെ അളവ് കുറവ്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിൽ വരുന്ന കുറവ്, അതിപ്പോ നമുക്കൊരു ആന്റിബോഡി കാരണമാകാം, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട്. യൂഷ്വലി നമുക്കൊരു ആന്റിബോഡിയുടെ കാരണമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഇതിപ്പോ ഏത് പ്രായത്തിൽ വരിക എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഒരു 10 വയസ്സിന് മുന്നേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുക. എന്നാൽ ഇപ്പം പുതിയ കാലം മാറുന്നതനുസരിച്ച് അസുഖത്തിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു 20-25 വയസ്സിലും നമുക്ക് ഇങ്ങനത്തെ ഈ കുട്ടികളിൽ വരുന്ന ഡയബറ്റിസ് എന്നുള്ളൊരു സ്ഥിതി, നമ്മൾ അതിനെ ലാഡ എന്ന് പറയും, LADA, അങ്ങനത്തെ ഒരു അവസ്ഥയും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പിന്നുള്ളത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റിസിന്റെ പ്രശ്നം നമുക്ക് വേണ്ടത്ര ഇൻസുലിൻ ഉൽപാദനം ഇല്ല എന്നുള്ളതായിരുന്നു. അതിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇൻസുലിൻ ആയിരിക്കും. മറിച്ച് ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസുലിന്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നില്ല, എന്നിരുന്നാലും ഇൻസുലിന്റെ പ്രവർത്തനത്തിനാണ് അത് ബാധിക്കുന്നത്. അതായത് ഇൻസുലിൻ ശരീരത്തിലുണ്ട്, വേണ്ട അളവിൽ തന്നെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇൻസുലിന് പ്രവർത്തിക്കാനാകുന്നില്ല. നമ്മൾ മെഡിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അതിന് നമ്മളിപ്പോൾ ഇൻസുലിൻ തന്നെ പിന്നെയും കൊടുക്കുന്നു എന്നുള്ളതിന് ആ ട്രീറ്റ്മെന്റിന് അത് മാത്രമല്ല ഭാഗം. നമുക്ക് ഗുളികകൾ, പല തരത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്, അതിൽ തന്നെ ഗുളികകളും ഇൻസുലിനും കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഗുളികകൾ മാത്രമായിട്ട് തുടങ്ങുക എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആണ് സർ വരാനുള്ളത്? ഡയബറ്റിസ് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരിക നമുക്കത് 2 രീതിയിൽ കാണാം. നമുക്ക് പെട്ടെന്ന് ഷുഗർ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട്, അല്ല കുറച്ച് നാളുകളായി ഷുഗർ രക്തത്തിൽ കൂടി നിൽക്കുന്നതിന്റെ അംശം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നതിനെ നമ്മൾ അങ്ങനെ 2ആയിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നത്. പെട്ടെന്ന് കൂടുക എന്നുള്ളതിനെ നമ്മളൊരു അക്യൂട്ടായിട്ട് എന്നുള്ള രീതിയിലാണ് അതിനെ മെഡിക്കലി പറയുക. അപ്പം ഈ അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് നമുക്കൊരു DKA എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല ഇൻഫെക്ഷൻസും നമുക്ക് ഇതിന്റെ കൂടെ, അതായത് ഷുഗർ ഉള്ളവർക്ക് മാത്രം വരാൻ എന്ന സാധ്യതയുള്ള ചില അണുബാധകളുണ്ട്. അതായത് നമുക്ക് പിത്താശയത്തിൽ നമുക്ക് എംഫിസിമാറ്റസ് പോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും, പിന്നെ കിഡ്നി സംബന്ധമായിട്ട് എംഫിസിമാറ്റസ് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന രോഗങ്ങളുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് മ്യൂക്കോർമൈക്കോസിസ്, അതൊരു ഫംഗൽ അണുബാധയാണ്. അത് ഈ പറഞ്ഞ കണക്ക് ഷുഗർ നിയന്ത്രിത അതീതമായി നിൽക്കുമ്പോൾ, രക്തത്തിൽ ഷുഗറിന്റെ അംശം വളരെ കൂടി നിൽക്കുമ്പോൾ നമുക്ക് കണ്ടുവരാവുന്ന അണുബാധകളാണ് ഇവയെല്ലാം. ഇവരെല്ലാവരും ഷുഗർ ഉണ്ടോ എന്ന്, ഷുഗർ ഉള്ളവർക്ക് മാത്രമേ വരൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ്. ഇതെല്ലാം ഇപ്പം ക്രോണിക്, അതായത് ഒരുപാട് നാളുകളായി നമുക്ക് രക്തത്തിൽ ഷുഗറിന്റെ അംശം കൂടി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്കിത് രക്തധമനികളെയാണ്, രക്തക്കുഴലുകളെയാണ് ഇത് മെയിനായിട്ട് ബാധിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ രക്തക്കുഴലുകളും വലിയ രക്തക്കുഴലുകളും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ചെറിയ രക്തക്കുഴലുകൾ എന്നുള്ള രക്തക്കുഴലിനടിയിൽ വരുന്നവരാണ് കൈകാൽ ഞരമ്പുകൾ, അല്ലെങ്കിൽ കാഴ്ചയ്ക്കുള്ള കണ്ണിലുള്ള ഞരമ്പുകളെല്ലാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ഇതെല്ലാം നമുക്ക് നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി എന്നുള്ള രീതിയിൽ പറയുന്ന എല്ലാ അസുഖങ്ങളും ചെറിയ രക്തധമനികൾ, അതായത് മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് ഉള്ള കാറ്റഗറിയുടെ അടിയിൽ വരുന്നതാണ്. ഇതല്ല വലിയ രക്തക്കുഴലിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അതായത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പറയുക, ഇപ്പം സ്ട്രോക്കിന് അല്ലെങ്കിൽ അറ്റാക്ക് മുതലായ എല്ലാ അവസ്ഥകളിലും നമുക്ക് ഷുഗർ, ഹൈ പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഒരു കാരണമാകുന്ന പോലെ തന്നെ ഷുഗർ മെയിനായിട്ടുള്ളൊരു കാരണമാണ്. ഇതല്ല ഈ രക്തധമനികൾ അല്ലാണ്ടുള്ള നമുക്ക് തൊലിപ്പുറത്ത്, അതായത് ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും നമുക്കിപ്പോൾ വളരെ സുലഭമായി കാണുന്നുണ്ട്. പേഷ്യൻസ് അതുകൊണ്ട് തന്നെ കൈകാലുകളിലുള്ള തൊലിപ്പുറത്തുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. ഇതിന് പുറമെ നമുക്ക് ആണുങ്ങളിലും സ്ത്രീകളിലും, പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരു പരിധിവരെ നമുക്ക്
ലൈംഗിക അസ്വാസ്ഥ്യം അല്ലെങ്കിൽ അതിനൊരു താല്പര്യക്കുറവ് നമ്മളിപ്പോൾ കണ്ടുവരികയാണ്. ഇതെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്ന, അതായത് നമുക്ക് തിരിച്ച് നോർമലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു പരിധിയിൽ കൂടുതലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഷുഗർ നിയന്ത്രിക്കുന്നതിലൂടെ നോർമലാക്കാൻ സാധിക്കും. ഓക്കെ സർ, ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? നമുക്ക് രക്ത ടെസ്റ്റുകളാണ് ഇതിനു വേണ്ടി ചെയ്യുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസ് ഇപ്പോൾ വരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദാഹം അല്ലെങ്കിൽ അമിതമായ ഒരു രാത്രി എണീറ്റ് മൂത്രം ഒഴിക്കുന്നു, അങ്ങനെയുള്ള പല പല കംപ്ലയിൻസ് വരുമ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നാം. തൊലിപ്പുറത്തുള്ള അണുബാധയിലൊക്കെ നമുക്ക് തോന്നാം ഇത് ഷുഗർ ആണോ എന്നുള്ളത്. പക്ഷേ ഇത് ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്ക് രക്തപരിശോധന തന്നെ വേണം. ഇതും നമുക്ക് വെറും വയറ്റില്ല, നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് അത് നമ്മളൊരു 126 മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ അല്ല, ആഹാരത്തിന് ശേഷം 2 മണിക്കൂറിന് കഴിഞ്ഞിട്ട് എടുക്കുന്ന ബ്ലഡ് ഷുഗറിൽ നമുക്ക് 200 മുകളിൽ വാല്യൂ കിട്ടുകയാണെങ്കിലും നമുക്കിത് ഷുഗർ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇതല്ല, നമുക്കൊരു 3 മാസത്തെ നിയന്ത്രണം കാണിക്കുക എന്നുള്ള രീതിയിൽ ഒരു HbA1c എന്നൊരു രക്തപരിശോധനയുണ്ട്. അതും ഒരു 6.5യുടെ മുകളിലാണ്, അതൊരു ശതമാനം കണക്കിലാണ് പറയുക. 6.5% മുകളിലാണെങ്കിലും നമുക്കിത് ഷുഗർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ, നമുക്ക് സിംറ്റം ഉണ്ട്, പേഷ്യന്റ് ഇപ്പൊ ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ട്, അതിനൊപ്പം ഈ പറഞ്ഞ ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം അബ്നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ഡയബറ്റിസ് ആയിട്ട് തന്നെ കണക്കാക്കണം. ഓക്കെ സർ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്? ഡയബറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഈ നേരത്തെ സംസാരിച്ചതുപോലെ എന്തൊക്കെ തരത്തിലുള്ള ഡയബറ്റിസ് ആണ് എന്നുള്ളതനുസരിച്ചാണ്. ഈ പറഞ്ഞ ടൈപ്പ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻസുലിന്റെ അളവിലുള്ള കുറവ് കാരണമാണ് നമുക്ക് ഈ ഒരു ആരോഗ്യാവസ്ഥ, രോഗാവസ്ഥ എത്തുന്നത്. അതിൽ നമ്മൾ ഇൻസുലിൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം. പക്ഷെ അല്ല, നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന, അതായത് പുരുഷന്മാരുടെ സ്ത്രീകളിലും ഒരു പ്രായത്തിന് ശേഷം കണ്ടുവരിക എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിസിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പൊ ഇതിന് മരുന്നുകൾ മാത്രമല്ല, അല്ലെങ്കിൽ മരുന്ന് ഗുളികകളും ഇൻസുലിനും മാത്രമല്ല, അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ആഹാര നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതും നമ്മുടെ ഡെയിലി എക്സസൈസസ് അത് ചെയ്യുക എന്നുള്ളതും വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. മിക്ക ആൾക്കാർക്കും നമ്മൾ ഫിസിക്കൽ കാണുമ്പോൾ തന്നെ നമുക്കിത് അമിതഭാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു BMI എന്നൊരു ഇൻഡെക്സ് വെച്ചാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ BMI ഇന്ത്യയിലെ ജനങ്ങൾക്കാണെങ്കിൽ, ഏഷ്യൻ കോണ്ടിനെന്റിലുള്ളവർക്കാണെങ്കിൽ പോലും 23 മുകളിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ജനതയ്ക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഷുഗർ വരുന്നതിന്റെ കാരണങ്ങൾ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ളൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഒരു ജീൻ എന്നുള്ളത് മാത്രമല്ല, പല പല ജനറ്റിക് ബുദ്ധിമുട്ടുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ ഷുഗർ എന്നുള്ളൊരു അവസ്ഥ. അത് നമുക്ക് ഈ ബോഡി വെയിറ്റ് ഒക്കെ നോർമൽ ആണെങ്കിൽ പോലും ഒരു 40% ജനറ്റിക് കോമ്പണന്റും കൂടെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ടുള്ള ആഹാര നിയന്ത്രണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞാണ് എക്സസൈസസ് വരുന്നത്. എക്സസൈസും ഡയറ്റും നമ്മൾ നോക്കാണ്ട് നമുക്ക് മരുന്നുകൾ കൊണ്ട് മാത്രം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മരുന്നിന്റെ അളവുകൾ കൂടി വരിക എന്നുള്ളതിൽ നമുക്കൊരു അർത്ഥമില്ല. മരുന്ന് കൂടി വരുന്നു, നിങ്ങൾ കൂടുതൽ ആഹാരവും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ മരുന്നിന്റെ അളവ് അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് തുടങ്ങുമ്പോഴേ നമ്മൾ ഇൻസുലിൻ എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്ത് തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ലേ എന്ന് ഉള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്. ഇതിന് നമുക്ക് നിങ്ങൾ എപ്പോൾ ഡോക്ടറുടെ സഹായം തേടുന്നു, അല്ലെങ്കിൽ എപ്പോൾ ഞങ്ങളുടെ ഒപിയിൽ വരുന്നു എന്നുള്ളതനുസരിച്ച് നമുക്കൊരു ഉറപ്പായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വളരെ ഏർലി ഡയബറ്റിസ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബ്ലഡ് വാല്യൂസ് എല്ലാം ഡയബറ്റിസ് എന്നത് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതിനു മുന്നേ നമുക്കൊരു പ്രീ ഡയബറ്റിസ് എന്നൊരു സ്റ്റേജ് ഉണ്ട്. പ്രീ ഡയബറ്റിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഓരോ ആൾക്കാർക്കും വേറെ രീതിയിലായിരിക്കും. ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിൽ മരുന്നും ഗുളികകളും ഇൻസുലിനും എന്നുള്ളതിൽ പോലെ തന്നെ വളരെ നിർബന്ധമാണ് ഡയറ്റും എക്സസൈസും. ഇതും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പിന് ഡോക്ടറിന്റെ അടുത്ത് വരിക. നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ നമുക്ക് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ തുടങ്ങുന്ന ഡോസിൽ തന്നെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ദേഹത്ത് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് വേണ്ടി വരുന്ന മരുന്നിന്റെ അളവിലും നമുക്ക് മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ അത് കൂടാം, അത് കുറയാം. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഡോക്ടറിന്റെ അടുത്ത് ഫോളോ അപ്പിന് വരുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്തു തരാൻ സാധിക്കൂ.